മധുരപലഹാരമായ റവ ലഡു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അതിനുവേണ്ടി ഏകദേശം 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിനെ നല്ലവണ്ണം പൊടിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയത് ചേർത്ത് വറുത്ത് കോരാം. അണ്ടിപ്പരിപ്പിനോടൊപ്പം ബദാം കായോ ഉണക്കമുന്തിരിയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അണ്ടിപ്പരിപ്പ് വറുത്തെടുത്ത നെയ്യിൽ തന്നെ 2 കപ്പ് റവ ചേർത്ത് വറുത്തെടുക്കാം. നിറം മാറിപ്പോകരുത്. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ചെറു തീയിൽ വെച്ച് 3 മിനിറ്റ് വറുത്ത ശേഷം വാങ്ങാം. റവ വാങ്ങി വയ്ക്കുമ്പോൾ ഒന്നുകിൽ പാത്രത്തിൽ നിന്നും മാറ്റണം, ഇല്ലെങ്കിൽ വീണ്ടും മൂത്തു പോകാതെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വച്ചിരുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും നേരത്തെ പൊടിച്ചു വച്ചിരുന്ന പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉരുട്ടിയെടുക്കുന്ന പാകം വരുന്ന വിധത്തിൽ പാൽ ചേർത്ത് കൊടുക്കണം. അല്പാൽപമായി വേണം ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഏകദേശം 1/4 ഗ്ലാസോളം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്യണം. എന്നിട്ട് കുഴച്ച് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുന്ന പാകമായെങ്കിൽ ഓരോ ഉരുളയായി ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുമ്പോൾ അധികം ഉറപ്പ് തോന്നിയില്ലെങ്കിലും തണുക്കുമ്പോൾ ഉറപ്പുണ്ടാകും. അപ്പോൾ റവ ലഡു ഈ ദീപാവലിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ.